മസ്തിഷ്കമരണത്തിന് കുറേ വിളികൾ വന്നായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. സ്ട്രഗിള് ഭയങ്കരമാണ്. അല്ലെങ്കിൽ യു ഹാവ് ടു ബി എക്സ്ട്രീംലി ലക്കി. നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴും മോശം കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഒന്നും എന്നെ ഇപ്പം വലിയ അങ്ങനെ ഒന്നും ഹാപ്പിയും ആവുന്നില്ല, സാഡും ആവുന്നില്ല. ഒരു പ്രശ്നം എനിക്കങ്ങനെ എന്തായാലും ആരൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ എവിടെയൊക്കെ ടൈപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. 2-3 കാര്യങ്ങളാണ്. ഒന്ന് ചിലപ്പോൾ ഞാൻ ആ പടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്ത ഒരു ടെക്നിക്കായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ കൂടുതലും ആലോചിക്കുന്നത് ഇതിൻ്റെ ഒരു നമ്പേഴ്സ് സൈഡ് ഉണ്ടല്ലോ. മോൻ സൂപ്പർ, ഇത് കഴിഞ്ഞാൽ മോൻ ക്രിസ്ത്യൻ ബേലിനുമായിട്ട് താരതമ്യം ചെയ്യുന്ന ആക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള രീതിയാണെങ്കിൽ അത് ആദ്യമേ മറന്നേക്കണം. പിന്നെ എനിക്ക് അടുത്ത് കള്ളത്തരം കാണിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുള്ളതാണ്. ഈ കള്ള അഭിനയമാണ് അതിൻ്റെ അകത്ത് ചെയ്തത്. കാരണം ഇമോഷണലായിട്ട് ഒന്നുമില്ല, ഇങ്ങനെ നിന്നിട്ട് കനക്കുന്ന കള്ളത്തരമാണ്. ആ ഒരു സെൻറ്റൻസ് പറയുന്നതിൻ്റെ എൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാൻ ഞാൻ ഭയങ്കര കിടിലാണ്. ഡീപ് ഡൈവിൽ നിന്ന് നമ്മോടൊപ്പം നിരഞ്ജ് മണിയമ്പിൾ രാജു. നമസ്കാരം. മസ്തിഷ്ക മരണം തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ? സന്തോഷം ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും കൂടുതലായിട്ട് എന്തൊക്കെയാണ് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്? പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ പറയാൻ സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. എസ്പെഷ്യലി നമ്മൾ കാണുന്ന ഒരു മെജോറിറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. വർക്കാവാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ നമുക്ക് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. കാണുന്ന വ്യൂയിങ് ഇങ്ങനത്തെ ആ ഒരു സമയത്തുള്ള മൂഡും കാര്യങ്ങളും പിന്നെ ഇതിന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ. പക്ഷെ കണ്ട കുറേ പേര് മെസ്സേജ് ഭയങ്കര വർക്കായി എന്നുള്ള രീതിയിൽ അയച്ചു. അപ്പോൾ സന്തോഷം, ഭയങ്കര സന്തോഷം. നിരഞ്ജിൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നടനായിട്ട് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്ന എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് ചോദിക്കണം എന്ന് കരുതി. അതായത് നിരഞ്ജിനെ എന്നല്ല, നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നല്ല റോളുകൾ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ബുദ്ധിമുട്ടുകൾ ചോദിക്കാറില്ല പൊതുവെ. ഹിറ്റടിച്ച കഥകൾ മാത്രമേ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. എത്രത്തോളം ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഇൻഡസ്ട്രിയിൽ പിടിച്ചിരിക്കാൻ? ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാൽ അതിൽ എനിക്കുള്ള, ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണല്ലോ ഞാൻ പറയുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് തിരിച്ച് ചെന്ന് ഒരു വീട്ടിലോട്ട് പോകാനും അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാനും അങ്ങനെ ആ സേഫ് സ്പേസ് ഉണ്ട്. അതുപോലെ ഇല്ലാതെ വന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഐ മീൻ ഒരു പുതിയൊരു സ്ഥലത്ത് വന്നിട്ട് അവർ ദേ ഹാവ് ടു ഗെറ്റ് ബൈ എനി ഡിഫറെൻറ്റ് മീൻസ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ സിനിമ പിടിച്ചിരിക്കാനുള്ള അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള. അപ്പം എല്ലാവർക്കും സ്ട്രഗിളുണ്ട്. പിന്നെ അതിൻ്റെ ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ള സ്ട്രഗിള് ഭയങ്കരമാണ്. അല്ലെങ്കിൽ യു ഹാവ് ടു ബി എക്സ്ട്രീംലി ലക്കി. നമ്മൾ ആദ്യം തന്നെ ഏറ്റവും കിടിലൻ പടങ്ങളിൽ അഭിനയിക്കാനുള്ള ചാൻസുകൾ കിട്ടുന്നു, നല്ല സിനിമകൾ, നല്ല ടീമിൻ്റെ കൂടെ ആദ്യമേ കയറാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന വളരെ അപൂർവം ചില ആൾക്കാരുണ്ട്. അവർ പിന്നെ എക്സ്ട്രീംലി ടാലൻറ്റും കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അതൊന്നും പക്ഷേ എന്നാലും അവർക്കും എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ കാണാം. ഉള്ളിൽ സ്ട്രഗിളും പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം കാണും. അപ്പം എല്ലാവർക്കും ഇൻഹെറൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കുകയാണത്? ഈ പ്രോസസ്സിനെ എങ്ങനെ നോക്കുകയാണെന്ന്? ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നൊക്കെ പറഞ്ഞ പോലെ. എൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ അത് പറഞ്ഞാലേ എനിക്ക് പറ്റുള്ളൂ. കാരണം വേറെ പടങ്ങളൊക്കെ ചെയ്തതൊക്കെ വർക്കാവാതെ പോയതും പിന്നെ ഇപ്പോൾ വർക്കാവുന്നതും, അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നമ്മൾ പിന്നെ നല്ല കണ്ടന്റും പിന്നെ നമ്മൾ ഓൾവേസ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ് എപ്പോഴും ആൾക്കാർ പറയുന്നത്. ഇപ്പം മസ്തിഷ്ക മരണത്തിനാണെങ്കിൽ പോലും ഒരുപാട് പേര് നല്ലത് പറയുമ്പോഴും ഞാൻ ആ കുറ്റം പറയുന്ന ഒരാളുടെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യമാണോ, അല്ലെങ്കിൽ അവിടെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാമോ, അല്ലെങ്കിൽ അത് പറഞ്ഞ സത്യമായിരിക്കും, ചിലപ്പോൾ മോശമാണെന്നുള്ളതും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അവർ പറയുന്നത് മുഖവിലേക്ക് എടുക്കണ്ട എന്നുള്ളത് തോന്നിയിട്ടുണ്ട്, മുഖവിലേക്ക് എടുക്കണമെന്നുള്ളതും തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ എനിക്കൊന്ന് ആ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഈ വിമർശനങ്ങൾ എങ്ങനെയാണ് നോക്കുകയാണെന്ന്? ഇപ്പോൾ നിരഞ്ജനെ സംബന്ധിച്ചിടത്തോളം കുറേ വിമർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്, എനിക്കറിയാം അത് പേഴ്സണലി. അതായത് ചില റോളുകളൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിരഞ്ജിട്ടിരിക്കുന്ന എഫേർട്ട് പോലും നോക്കാണ്ട് ആൾക്കാർ ദേഷ്യപ്പെട്ടിരിക്കുന്ന സീൻസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വിമർശനങ്ങൾ എങ്ങനെയാ? ഇപ്പോൾ നമ്മൾ അടിയേ വേണമെങ്കിൽ അതിനെ പിഴുതെറിയാം, പക്ഷെ ഇതൊന്നും അല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് നോക്കുകയാണെന്ന്? എങ്ങനെയാണ് ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേസിൽ ഞാൻ ഭയങ്കര എന്താ പറയുക, നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴും മോശം കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഒന്നും എന്നെ ഇപ്പം വലിയ അങ്ങനെ ഒന്നും ഹാപ്പിയും ആവുന്നില്ല, സാഡും ആവുന്നില്ല. ഒരു പ്രശ്നം എനിക്കങ്ങനെ എന്തായാലും ആരൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ എവിടെയൊക്കെ ടൈപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പോകുന്നു, അത് മറക്കുന്നു. ഇപ്പം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ലൈഫിൽ. ഇങ്ങനെ ഇപ്പം ന്യൂസിൻ്റെ കാര്യം ഫോർ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഭയങ്കര ന്യൂസ് പറയുന്നു, 2 ദിവസമേ ഉള്ളൂ, അതിന് വേറെ കാര്യങ്ങളിലോട്ട് പോകില്ല. അപ്പം പിന്നെ നമുക്ക് ഒന്നിനും എവരി വൺ ഇസ് റണ്ണിങ് അറ്റ് ഹൈ സ്പീഡാണ്. അതിൻ്റെ ഇടയിൽ നോക്കാനുള്ള സമയമൊന്നുമില്ല, അങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിമർശനങ്ങളൊന്നും എന്നെ അഫക്റ്റേ ചെയ്യുന്നില്ല. നല്ലതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി നോക്കാം. നല്ല വിമർശനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഡെഫിനറ്റ്ലി വർക്ക് ആണ്. പക്ഷെ അല്ലാത്ത പക്ഷം അതൊന്നും എനിക്കങ്ങനെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എല്ലാം എന്തൊക്കെയോ സംഭവിക്കുന്നു, ഇങ്ങനെ ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നു, വിളിക്കുന്നു, സന്തോഷം പറയുന്നു, ഇഷ്ടപ്പെടുന്നു പറയുന്നു, എല്ലാം അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ.
ഈ നിരഞ്ജനെ പറ്റി പൊതുവെ അങ്ങനെ അറിയില്ലാത്തൊരു കാര്യമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ നിരഞ്ജൻ ചെയ്യുന്ന സിനിമകളായിക്കോട്ടെ, അതിൻ്റെ പിന്നിലിടുന്ന എഫേർട്ട് ആയിക്കോട്ടെ, ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ പലതും കാണാറുണ്ട്. പക്ഷേ നിരഞ്ജനെ സിനിമയുമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ചില സംവിധായകർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ നായകനായിട്ടാണ് നിരഞ്ജൻ അപ്രോച്ച് ചെയ്തത്, പക്ഷേ നിരഞ്ജൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട്, ഞാൻ അതിൻ്റെ അകത്തൊരു സൈഡ് റോളൊക്കെ പിടിക്കാം ബ്രോ, മേജർ നടൻ അല്ലെങ്കിൽ നായകനായിട്ട് വേറൊരാളെ നിങ്ങൾ നോക്കൂ, ആ പടം ഹിറ്റാവട്ടെ, പടം നന്നായിട്ട് വരണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നായകനാകുമെന്ന് പറഞ്ഞു വരുമ്പോൾ പോലും നിരഞ്ജൻ ചിലപ്പോൾ അത് ഞാൻ അതിനകത്ത് വേറെ റോൾ എടുത്തോളാം എന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ വരാൻ കാരണം? അതിനകത്ത് മറ്റേ അങ്ങനെ ഒരു ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ചിലപ്പോൾ ഞാൻ ആ പടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്ത ഒരു ടെക്നിക്കായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ കൂടുതലും ആലോചിക്കുന്നത് ഇതിൻ്റെ ഒരു നമ്പേഴ്സ് സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇറ്റ് ഹാസ് ടു ബി, ഒരാളുടെ ഒരു പൈസ നഷ്ടപ്പെടുന്നതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ അച്ഛനും പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, അപ്പം നമുക്കറിയാം. അപ്പം അവർ ഇപ്പം ഭയങ്കര ചെറിയൊരു ബഡ്ജറ്റിൽ, പിന്നെ അവർ ആർ വില്ലിങ് ടു തന്നിട്ട് മാർക്കറ്റ് ചെയ്ത് അതൊരു പടം എല്ലാവരിലോട്ട് എത്തിക്കാനും ആ പടത്തിൽ എന്തെങ്കിലും ഒരു USP ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നായകനായിട്ട് അഭിനയിക്കാൻ സന്തോഷം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കിടുന്ന ഫിലിം മേക്കറിൻ്റെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഫിലിം മേക്കറിൻ്റെ ഫാൻസ് അങ്ങനെയാണ് നമുക്ക് അങ്ങനെ. ഇപ്പം ആക്ടേഴ്സിനെക്കാട്ടിയും കൂടുതൽ ഫിലിം മേക്കേഴ്സിനാണല്ലോ ഫാൻസ് കൂടുതൽ ആൾക്കാർ ഇഷ്ടം. അവരുടെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ അവരുടെ അതിൽ ഈ ആക്ടർ വന്നാൽ അടിപൊളിയായിരിക്കും എന്നുള്ള. ഞാൻ ഇന്ന് രാവിലെ പോലും അങ്ങനെ കുറേ എന്നെ പറ്റി കേട്ടു. അപ്പം പുള്ളിയുടെ ഇതിലൂടെ വന്നപ്പം ഉണ്ടായ മാറ്റങ്ങൾ, അപ്പം ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. അല്ലാത്ത പക്ഷം അങ്ങനെ ഈ നമ്പേഴ്സ് ഗെയിമിൽ ഞാൻ പറയും, എനിക്ക് ഇങ്ങനെ ഈ പടം ഒരു സക്സസ് ആവണമെങ്കിൽ യു ഹാവ് ടു കാസ്റ്റ് സംവൺ ഫ്രം ദി മറ്റേ A ഗെയിം, അല്ലെങ്കിൽ ടോപ്പ് ടയർ ആക്ടറിനെ. ഞാൻ സൈഡിൽ ഏതിനുള്ളൂ നല്ല കഥയാണ്, അപ്പോൾ സൈഡ് ഏതിനുള്ളൂ ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വയം ഒരു വിലയിരുത്തലും അല്ലെങ്കിൽ സ്വയം വേർ വി സ്റ്റാൻഡ്, അല്ലെങ്കിൽ ചില പ്രോജക്ട്സ് വരുമ്പോഴത്തേക്കും എനിക്കറിയാം ദേ ആർ ലൈക്ക് കീൻ ഓൺ എങ്ങനെയെങ്കിലും ഒരു മാർക്കറ്റ് ചെയ്ത് അപ്പുറത്ത് എത്തിക്കും, അല്ലെങ്കിൽ പടം എത്തിക്കും. അത് ഒന്ന് ഇനിഷ്യൽ ചെറിയ പുഷും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പടം അത്യാവശ്യം കിടിലമായിട്ട് പോകുന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോജക്ട്സ് ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. മറ്റേ ഭയങ്കര ആഗ്രഹങ്ങളായിട്ട് വരുന്നതിൽ ഞാൻ പറയും അതിന് ഞാൻ ആയിട്ടില്ല, ഇപ്പം ആയിട്ടില്ല, ചിലപ്പോൾ എന്തെങ്കിലും ആവുമായിരിക്കും. പക്ഷേ ഇപ്പം ഐ തിങ്ക് യു ഷുഡ് ഗോ ഫോർ സമ്മൺ എൽസ് എന്ന് പറയും. ഞാനിപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അച്ഛനിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവില്ല? അതായത് അച്ഛനിപ്പോൾ ഒരു പ്രൊഡ്യൂസറാണ്, ഒരു നടനാണ്, അതുപോലെ തന്നെ ഇപ്പം എന്താ പറയണേ, നമ്മൾ ഇതിനു മുന്നേ സംസാരിച്ചിട്ടുണ്ട്, അച്ഛൻ വളരെ ഓണസ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛനിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? അച്ഛൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ സ്ട്രൈറ്റ് ഫോർവേഡ്നെസ് ഒന്ന് ഉണ്ട്. പിന്നെ അല്ലാതെ ഈ സമയവും കാലവും ഡിസിപ്ലിൻ, അങ്ങനെയുള്ള ഡിസിപ്ലിൻസ് ഭയങ്കരമാണ്. അപ്പം അതൊക്കെ ഞാൻ അച്ഛൻ്റെ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ അച്ഛൻ്റെ അത്രയും ഡിസിപ്ലിൻ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം അച്ഛനൊക്കെ മറ്റേ ഒരു സ്ഥലത്ത് എത്തണമെന്ന് 6 മണിക്ക് എത്തണമെന്ന് വെച്ചാൽ 5:30 എത്തും. ഞാൻ 6 മണിക്കും അല്ലെങ്കിൽ 5:45 എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താണെന്നുള്ള ഒരു 10 മിനിറ്റൊക്കെ ലാഗ് ആവുന്നുണ്ട്, ട്രാഫിക്കാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ്റെ പേരിൽ, അതായത് നിരഞ്ജ് മണിയമ്പിള്ള രാജു എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, അപ്പോൾ മണിയമ്പിള്ള രാജു ചേട്ടൻ്റെ മകനാണെന്നുള്ള രീതിയിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേര് നിരഞ്ജ് സുധീർ കുമാർ എന്നാണ്. നിരഞ്ജ് മണിയമ്പിള്ള രാജു എന്നിട്ടത് അങ്ങനെയെങ്കിലും ആരെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ. നിരഞ്ജ് സുധീർ കുമാറാണ് എൻ്റെ പാസ്പോർട്ട് നെയിം. ഓക്കെ, എൻ്റെ ശരിക്കുള്ള പേര് സുധീർ കുമാറാണ്. ഇട്ടു അതങ്ങനെ ഒരുമിച്ച് വർക്കാവട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. ഇപ്പൊ അച്ഛന്റെ പേരിൽ നമുക്കൊരു ഫിലിം മേക്കറിനെ ചെന്ന് കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓഫർ കിട്ടുകയാണ്, മണിയമ്പിള്ള രാജുവിന്റെ പേര് പറഞ്ഞാൽ അവിടെ എത്താം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ഫിലിം മേക്കറെ അല്ലെങ്കിൽ ഏത് പ്രൊഡ്യൂസറിനെ അല്ലെങ്കിൽ ഏത് പ്രൊഡക്ഷൻ ഹൗസിലായിരിക്കും നിരഞ്ജ് ചെല്ലാൻ പോകുന്നത്? അങ്ങനെ ഒരു ഓഫർ വന്നാൽ? ഓഫർ വന്നാൽ അവരത് എടുക്കും ഉറപ്പാണ്. എടുക്കുന്ന ഉറപ്പാണ്. അതായത് മണിയമ്പിള്ള രാജു എന്നുള്ള പേര് വന്നാൽ അവിടെ സെറ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ മറ്റേ എല്ലാ കിടുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ അടുത്ത് പോകണമെന്നാണ് ആഗ്രഹം. ആണെങ്കിൽ ഒരു പെട്ടെന്ന് ടോപ്പ് ഓഫ് മൈ ഞാൻ അൻവർക്ക് എടുത്തോ, അമൽ ചേട്ടൻ എടുത്തോ, അവരുടെ കൊല്ലം പോകും. അവർക്ക് അറിയാം ഓബിയസ്ലി. അപ്പം ഇറക്കി വിടില്ല, ചായയൊക്കെ തന്നിട്ട് പോകുമ്പോഴായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ നിരഞ്ജിനെ പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, നിരഞ്ജിൻ്റെ ഒരു കോൾ ഷീറ്റോ അല്ലെങ്കിൽ നിരഞ്ജ് വരണം എന്നുള്ളതിനൊക്കെ കൂടുതൽ ചിലപ്പോൾ നിരഞ്ജിൻ്റെ അടുത്ത് അച്ഛനെ നമുക്കൊന്ന് കണ്ട് സംസാരിക്കണം, അങ്ങനെ തരത്തിലും കോൾ വന്നിട്ടുണ്ടോ? അങ്ങനെ ആളുകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചില പുതിയ ആൾക്കാർ ഫിലിം മേക്കേഴ്സ്, ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ്, അപ്പം ആ ഒരു ചോദ്യം ചോദിക്കും. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനല്ല, ഐ മീൻ എൻ്റെ പടങ്ങൾ ഞാനാണ്, ഞാൻ ചെയ്യുന്ന പടങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്.
പിന്നെ ഇത് അച്ഛനടുത്ത് പറഞ്ഞിട്ട് മോൻ സൂപ്പർ, ഇത് കഴിഞ്ഞാൽ മോൻ ക്രിസ്ത്യൻ ബേലിനുമായിട്ട് താരതമ്യം ചെയ്യുന്ന ആക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള രീതിയാണെങ്കിൽ അത് ആദ്യമേ മറന്നേക്കണം. കാരണം ആ സാധനം ഇല്ല, അതിന് വേണ്ട, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അച്ഛനടുത്ത് വേറൊരു ആക്ടറിനെ വെച്ച് വേറൊരു പ്രോജക്റ്റ് പിച്ച് ചെയ്യണമെങ്കിൽ ഓക്കെ, എൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ എന്നെ വെച്ച് ഞങ്ങളുടെ പരിപാടികളെ എനിക്ക് താല്പര്യമില്ല, അത് പറയുകയും ചെയ്തെന്ന് പറയാം, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇപ്പം നിരഞ്ജനെ വിളിച്ചിട്ട് അച്ഛനെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അവസരങ്ങൾ വേറെ പടത്തിനാണെങ്കിൽ ഓക്കെ, ഞാൻ നമ്പറൊക്കെ കൊടുക്കും. നിരഞ്ജൻ കൂടെ ഉള്ളപ്പോൾ നിരഞ്ജൻ്റെ പടമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അതൊരു ശരിയായ നടപടിയേ അല്ല, നോക്കുക വേണം ഞാൻ പറയും. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ മറ്റൊരു സെലിബ്രിറ്റി ഉണ്ടാവുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളെ ഭയങ്കര അതൊരു അച്ഛൻ പ്രൊഡ്യൂസർ. അപ്പൊ എനിക്ക് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഈ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ 100 കോടി ബാങ്കിട്ട് ഇരിക്കുകയല്ല പടം എടുക്കാൻ വേണ്ടി. പ്രോജക്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതിനൊരു സ്റ്റാർ സാധനം വേണം, അല്ലെങ്കിൽ അച്ഛനെടുത്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല പ്രോജക്റ്റുകൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു 10 പടം അച്ഛനെ എടുത്ത് സൂപ്പർ സ്റ്റാർ ആക്കായിരുന്നു, അത്രയും ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കയ്യിൽ. പക്ഷെ ഇല്ലല്ലോ, അതല്ല. പക്ഷേ ഇതിപ്പോ പൈസ ഉണ്ടെങ്കിലും ചെയ്യില്ല എന്നുള്ളത് നമുക്കും അറിയാം. ചെയ്യില്ല അത്രേ ഉള്ളൂ. അപ്പോൾ ഫൈനൽസ് നിരഞ്ജന്റെ കരിയറിൽ ഭയങ്കര അപ്ലോഡ്സ് തന്ന അല്ലെങ്കിൽ ഭയങ്കര അപ്രീസിയേഷൻ തന്നൊരു പ്രോജക്റ്റ് ആണ് ആദ്യമായിട്ട്. അതായത് ഏറ്റവും ആദ്യം നിരഞ്ജ് മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞൊരു പേര് അത് ഇപ്പൊ നമ്മൾ ബോബി അതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ബോബിക്ക് അതിനേക്കാൾ ഒരുപാട് വലിയൊരു ആർക്കാണ് അല്ലെങ്കിൽ വലിയൊരു സക്സസ് ആണ് ഫൈനൽസ് തന്നത്. എങ്ങനെയായിരുന്നു ഫൈനൽസിലേക്ക് എത്തിയത്? എന്തായിരുന്നു അതിന് മുന്നേ സംഭവിച്ചത്? അരുൺ ചേട്ടൻ എങ്ങനെയാണ് അത്? അച്ഛൻ ഈ കഥ കേട്ടതും അരുൺ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ പുള്ളി വേറെന്തോ പ്രോജക്റ്റുകളുടെ ഒക്കെ ബാക്കിലാണ് ഈ നമ്മുടെ അരുൺ ചേട്ടൻ. അപ്പോൾ പറയും നല്ല സാധനമല്ലേ, അടിപൊളി സാധനമാണ്. അപ്പം എൻ്റെ അടുത്ത് ഇതുപോലെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ബട്ടർഫ്ലൈ സമയത്ത് ഈ റോള്, അതിൻ്റെ അകത്തൊരു റോളുണ്ട്, ഒരു പയ്യൻ്റെ റോള്. അതിൻ്റെ അകത്ത് ഇവരൊക്കെയാണ് മെയിൻ, പക്ഷെ പയ്യൻ്റെ റോള് നല്ലതായിരിക്കും, നൈസാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിന് ക്രിട്ടിക്സ് അവാർഡും കിട്ടി അല്ലേ? അതിന് ക്രിട്ടിക്സ് അവാർഡ് ബ്ലാക്ക് ബട്ടർഫ്ലൈ കിട്ടിയത്. പക്ഷെ അത് സ്കൂൾ കഴിഞ്ഞ സമയമാണ്. അതിൻ്റെ അകത്തൊക്കെ ആ ക്യാരക്ടർ അങ്ങനെ നല്ല വെൽ റിട്ടൺ ക്യാരക്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഞാൻ വളരെ മോശം അഭിനയമാണ് ബ്ലാക്ക് ബട്ടർഫ്ലൈയിൽ നിന്ന്. എനിക്കിപ്പം ഇടയ്ക്ക് ചില സാധനങ്ങൾ പിന്നെ ഓക്കെയാണ്, ഒരു വൃത്തിയിട്ട ചെറുക്കനായിട്ട് കറക്റ്റായിരുന്നു തോന്നുന്നു, നാച്ചുറലായിട്ട് വന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഫൈനൽസിലോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ റെഡിയായിരുന്നു. പക്ഷേ അരുണേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഓടാനും വെയിറ്റ് കുറയ്ക്കാനും മറ്റേ ട്രെയിൻ ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര റെഡിയായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം പുള്ളിനെ മീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ എന്തും ചെയ്യും, എന്നെ രക്ഷിക്കണം, രക്ഷിക്കണം. പുള്ളിയുടെ മനസ്സിൽ വേറൊരു ആക്ടറായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പം ഞാൻ എല്ലാം റെഡിയാണെന്നുള്ള രീതിയിൽ പുള്ളി എനിക്കൊന്നും അപ്പോഴും കൺവിൻസ്ഡ് അല്ലായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ പടം അഭിനയിച്ച് കഴിഞ്ഞ് പുള്ളി എഡിറ്റൊക്കെ ചെയ്ത സമയത്തൊക്കെ എന്നെ വിളിച്ച് പറയായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ആദ്യം എനിക്ക് ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും ഫൈനൽസിലും ലോട്ട് ഓഫ് റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്, കുറേ നന്നായിട്ടൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പം കാണുമ്പോൾ തോന്നും. അതെനിക്കൊന്നും എപ്പോഴും അങ്ങനെ എല്ലാം നമ്മുടെ കാണുമ്പം അവിടെ ഇത് ചെയ്യായിരുന്നു, ഇവിടെ ചെയ്ത് ഇത് അവിടെ നല്ലൊരു സാധനം കൊടുക്കാനെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പം അങ്ങനെ നിരഞ്ജിൻ്റെ വേറൊരു, അതായത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സിനിമ വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് സ്റ്റാർ കാസ്റ്റ്, വലിയ സ്റ്റാർ കാസ്റ്റ് വേണമെങ്കിലും തുറന്നു പറയുമെന്ന് പറഞ്ഞ പോലെ നിരഞ്ജ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിരഞ്ജ് ഡ്രാമ സിനിമയിൽ ആ അമ്മച്ചി മരിച്ചു കിടക്കുന്ന സീനിൽ അത്ര നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അത് വന്നില്ല എന്ന് സത്യസന്ധമായിട്ട് നിരഞ്ജ് പറഞ്ഞിട്ടുണ്ട്. പടം ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിരഞ്ജ്, അങ്ങനെ സ്വയം തുറന്നു പറയുന്നൊരു നിരഞ്ജ്, ഇപ്പോൾ പറഞ്ഞ പോലെ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നിരഞ്ജ് ഈ മസ്തിഷ്ക മരണത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ അകത്ത് പേടിപ്പിക്കുന്ന രംഗം, പേടി മുഖത്ത് വരുന്ന രംഗങ്ങൾ, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ തകർന്നു പോകുന്ന ടൈപ്പ് ഇമോഷൻസ് കൊടുക്കുന്ന, ഇമോഷൻസിൻ്റെ പേരിൽ ഒരുപാട് കയ്യടികളും ഈ മസ്തിഷ്ക മരണത്തിൽ നേടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഷിഫ്റ്റിന്, എങ്ങനെയാണ് ഇപ്പോൾ ഡ്രാമയിൽ അത് ചെയ്ത് ശരിയായില്ല, ഗ്ലിസറിൻ ഇട്ടത് കുഴപ്പമായി എന്നൊക്കെ പറഞ്ഞു നിന്ന നിരഞ്ജിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു ഷിഫ്റ്റിന് എങ്ങനെയാണ് നോക്കുകയാണെന്ന്? ഡ്രാമയിൽ എനിക്ക് തോന്നുന്നു അതൊരു വലിയ പടമാണ്. വലിയ പടം ഇൻ ദ സെൻസ് എല്ലാവരും വലിയ ആർട്ടിസ്റ്റ്, അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പെട്ടെന്ന് ഈ പറയുന്നത് ഇതാണ് സിറ്റുവേഷൻ, പെട്ടെന്ന് പറയുന്നത് ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് ഒരു സംഭവങ്ങളൊക്കെ അപ്പം അറിയുമ്പം പെട്ടെന്ന് ഈ ഷോട്ട് നമ്മളപ്പോൾ ഓക്കെ ലൈറ്റ് നമ്മൾ ഈ ഷോട്ട് ഇവിടെ ഇതെടുക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്ത് ചെയ്യണം, ഞാൻ പെട്ടുപോയി. അയ്യോ എന്ത് ചെയ്യും ഇത്. അപ്പം പിന്നെ എനിക്ക് അടുത്ത് കള്ളത്തരം കാണിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുള്ളതാണ്. ഈ കള്ള അഭിനയമാണ് അതിൻ്റെ അകത്ത് ചെയ്തത്. കാരണം ഇമോഷണലായിട്ട് ഒന്നുമില്ല, ഇങ്ങനെ നിന്നിട്ട് കനക്കുന്ന കള്ളത്തരമാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ബാഡ് ആക്ടിങ് ആണത്. അപ്പം ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഷോ എന്തോ എനിക്കത് ഒന്ന് കുളമാക്കി പൊട്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ വി ഹാവ് ടു വർക്ക് ഓൺ അവർ സെൽസ് ഓൾസോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ വർക്ക്ഷോപ്പിനും പോയത്, ആദിശക്തി എന്ന് പറഞ്ഞിട്ട് പോണ്ടിച്ചേരിയിൽ.
അപ്പോൾ അതൊക്കെ ഗുണം ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇത് നമ്മുടെ നമ്മുടെ ടീം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് കുളമാക്കിയാലും അവർ പറയും ഇതൊന്ന് കാണിയെന്ന് പറയും, ഒന്ന് അനങ്ങി ചെയ്യണോ എന്നുള്ള സാധനം അത്. അപ്പോൾ അങ്ങനെ പറയാനുമുള്ള സ്പേസ് ഉണ്ട്. തിരിച്ചും എനിക്ക് അയ്യോ ഞാൻ കുളമാക്കി ഒന്നുകൂടെ പോകണമെന്നും പറയാം, എല്ലാം ഉണ്ട്. അതാണ് എൻ്റെ ഒരു ഈ ഫുൾ ഫ്രണ്ട്സായിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരു മാജിക് ഭയങ്കര അതാണ്. അപ്പം അതൊക്കെ ആയിരിക്കും ആ ഒരു സപ്പോർട്ടും കൂടെ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതും നമ്മൾ തന്നെ നമ്മളെ ബെറ്റർ ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ നിരന്തരം നമ്മളെ തന്നെ ഇപ്പോൾ പൊതുവെ ആളുകൾ പറയും നമ്മളെ തന്നെ വില കുറച്ച് കാണരുത് എന്ന് പറയുമെങ്കിലും നിരഞ്ജ് പലപ്പോഴും ഇതിനു മുന്നേ അതായത് നമ്മൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ നിരഞ്ജ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ റോളുകൾ കണ്ടിട്ട് ഞാൻ തന്നെ എന്നോട് ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ എന്തോന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ തന്നെ എന്നോട് ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ ഒരു കുറ്റപ്പെടുത്തൽ ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ അത് കൊള്ളാമെന്ന് തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ തിരിച്ചറിവുകൾക്ക് വേണ്ടി നല്ലതാണ്. പക്ഷെ ആ തിരിച്ചറിവുകൾ അങ്ങനെ ആ ഒരു സെന്റൻസ് പറയുന്നതിൻ്റെ എൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാൻ ഞാൻ ഭയങ്കര കിടിലാണ്, മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് നീ ഇതെങ്ങനെയാണല്ലോ ചെയ്യുന്നതെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ നമുക്ക്. അപ്പം ആ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അത് എന്തെങ്കിലും വെളിയിൽ ലൈക്ക് ആ ഒരു നമ്മളെ കണ്ടേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വിഷൻ ഉണ്ടല്ലോ, ആ വിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്വയം കുറ്റപ്പെടുത്തണം, സ്വയം കളിയാക്കണം എന്നുള്ള ആ ഒരു പോയിന്റിലാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹോംവർക്കുകൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ഇപ്പോൾ ബോബി മുതൽ മസ്തിഷ്ക മരണം വരെയുള്ള സിനിമകൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ കുറേ സിനിമകൾ നമുക്ക് എടുത്തു പറയാനുള്ള സിനിമകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇവോൾവ് ആവാനായിട്ട് ചെയ്യുന്ന ഹോംവർക്കുകൾ എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ കുറച്ച് ചോദിക്കുന്നതാണ്. ഞാൻ പഠിക്കുന്നുണ്ട്. ഞാനിങ്ങനെ എനിക്ക് എൻ്റെതൊന്നും ഒരു ഹോംവർക്കായിട്ട് തോന്നാത്തതിൻ്റെ റീസൺ പറഞ്ഞാൽ ഞാൻ കുറേ ആക്ടേഴ്സിനെ കാണാറുണ്ട്, ഭയങ്കര പ്രിപ്പും ഭയങ്കര അടിപൊളി പ്രിപ്സും സാധനങ്ങളും അതിന് വേണ്ടി റോളുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മാറുന്നത് കണ്ട. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കമ്പയർഡ് ടു ദാറ്റ് അങ്ങനെ ഒരു സംഭവങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഈ മസ്തിഷ്ക മരണത്തിന് വേണ്ടി വേറൊരു സാധനം പിടിച്ചിട്ടുണ്ട്, കുറച്ച് മെലിഞ്ഞ്. കാരണം കൃഷ്ണാന്തനും പറഞ്ഞു അങ്ങനെ ഒരു ബോഡി ബിൽഡറൊന്നും അല്ല, പക്ഷെ പുള്ളി കുറച്ച് ഫിസിക്ക് നോക്കും, ഫിറ്റ്നസ് നോക്കും, പക്ഷെ എന്നാൽ പ്രോപ്പർ ഫുഡ് ഒന്നും ആയിരിക്കില്ല, മറ്റേ ഫുൾ മരുന്നടിയും അങ്ങനെ കുറച്ച് ഒരു ഇതില്ലാത്ത ആളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കെ ശരി, അപ്പോൾ ആ രീതിയിൽ അങ്ങനെ അത്യാവശ്യം ചെറിയ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞാൽ ഫിസിക്കലി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെ ഫൈനൽസിൻ്റെ സമയത്ത് ഞാൻ മറ്റേ ഓടാൻ പോകുമായിരുന്നു. ഓടാൻ ഇൻ ദ സെൻസ് മറ്റേ ആത്ലീറ്റ്സ് ട്രെയിൻ ചെയ്യുന്ന ഗ്രൗണ്ടിൽ തന്നെ പോകുമായിരുന്നു. അതാണ് ഏറ്റവും പേടി. അത് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ പേടി കൂടി. അവരൊക്കെ ഓടുന്ന കാണണം ഓരോരുത്തരും. എൻ്റെ അവിടെ ക്ലൈമാക്സിൽ ഓടിയത് ശരിക്കുള്ള സ്റ്റേറ്റും നാഷണലുമായിട്ട് ഓടിയ ആൾക്കാരാണ്. അവർ ജോഗിങ് ആയിരുന്നു. ഞാൻ അവിടെ എന്നാൽ ഞാൻ ശരിക്കും സ്കൂളിൽ ആത്ലീറ്റും ആയിരുന്നു. എല്ലാം ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആത്ലീറ്റ് തന്നെയാണ്. പക്ഷെ ഈ നമ്മൾ ആ ലെവൽസ് മനസ്സിലാക്കുന്നത് അവർ ജോഗിങ്, ഞാണെങ്കിൽ കൊണ്ട് ഭയങ്കര അഭിനയം, ഓട്ടം ഭയങ്കര. ഇവർ സിമ്പിൾ ശ്വാസം പോലും മറ്റേ ഇങ്ങനെ നോർമൽ ശ്വാസമൊക്കെ വിട്ട് ഓടുന്നതല്ലേ. അപ്പോൾ അങ്ങനെ പക്ഷെ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ട്രെയിനിങ്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഈ വർക്ക്ഷോപ്പിനൊക്കെ പോകുന്നത് ഭയങ്കര ഗുണമാണ്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ആൾക്കാരെ എന്താണ് റിലീസായെന്നുള്ള ചില ഇൻഹിബിഷൻസ് പോകും. എന്തും ചെയ്യാം എന്നുള്ള എനിക്കൊന്ന് ചില സമയത്ത് ആൾക്കാരൊക്കെ കാണുമ്പോൾ കുറച്ച് ഞാനങ്ങനെ മിണ്ടാതൊക്കെ നിൽക്കും, ഷൈയായിട്ടൊക്കെ നിൽക്കുമെങ്കിലും എനിക്കിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പം ആ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നു, ഞാൻ തന്നെ അയ്യോ അപ്പം ഞാൻ മറ്റേ വിട്ടു ആ ഒരു ഇതങ്ങ് പോയി. എനിക്ക് ആ ഒരു എന്ത് കോമാളത്തിനും ചെയ്യാൻ ഞാൻ റെഡിയാണെന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്യുന്ന സിനിമകളോ കഥാപാത്രങ്ങളോ ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ അല്ല കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണ് സിന്നേഴ്സ്. സിന്നേഴ്സ് ഇപ്പം എന്താ പറയുക, ഭയങ്കരമായിട്ട് ചില പടങ്ങൾ കണ്ട് നമ്മളങ്ങ് എക്സൈറ്റഡ് ആകുന്നില്ല. അതാണ് സിന്നേഴ്സ്, വൺ ബാറ്റിൽ ആഫ്റ്റർ ദി അവർ. പിന്നെ അല്ലാതെ റീവാച്ച് ചെയ്യുന്ന ചിലപ്പോൾ ഞാൻ പഞ്ചാബി ദിവസം കാണും, തിരിച്ച് മറിച്ച് കാണും, ഹരിഹർ നഗർ കാണും. ഇംഗ്ലീഷ് പടങ്ങൾ ഇതുപോലെ നോ കൺട്രി ഫോർ ഓൾ മാൻ ഇടയ്ക്ക് കാണും, നെസസറി ഡെത്ത് ഓഫ് ചാർലി കൺട്രി വീണ്ടും പടമുണ്ട്. അങ്ങനെ കുറേ അങ്ങനത്തെ പടങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും കാണും. പുതിയ പടങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. കണ്ടു തുടങ്ങി ഞാൻ കണ്ടുകൊണ്ടേ ഇരിക്കും. കണ്ടില്ലെങ്കിൽ ഇങ്ങനെ അത് തുടങ്ങാനൊരു മടിയുണ്ട്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാനും, അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നത്, ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ അതും ആരൊക്കെയായിരിക്കും? ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും പ്രമുഖരെല്ലാവരും എന്ന് എനിക്കറിയാം. അപ്പം എന്നാൽ പോലും അതായത് ഇപ്പോൾ അവരെ പറയുന്നില്ലെങ്കിൽ പോലും മറ്റ് ഇൻഡസ്ട്രിയിലും ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ
നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ കുഞ്ഞിലെ മുതൽ കാണുന്നതാണ്. അപ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് നമുക്ക് കുറച്ചും കൂടി വേറൊരു ഗ്ലോബൽ രീതിയിലൊക്കെ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ആർട്ടിസ്റ്റുകൾ ആരൊക്കെ ആയിരിക്കും? നല്ല പടം എൻ്റെ എപ്പോഴും ഉള്ള ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നല്ല പടങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമിൻ്റെ എല്ലാം ഞാൻ ഭയങ്കര ഫാൻസാണ്. ഒരു വർഷമെങ്കിലും അവർ സാധനം ആണെങ്കിൽ പോകുക അവർ കിടിലമായിട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് പിന്നെ അത് എൻ്റെ മനസ്സിലത് കിടക്കും എപ്പോഴും. ഇപ്പോൾ വെളിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സിന്നേഴ്സ്, റയൻ കൂഗ്ലർ ഭയങ്കര ഫ്രൂട്ട് വെയിൽ സ്റ്റേഷൻ, ക്രീഡ്, പിന്നെ ഇതിപ്പം സിന്നേഴ്സ്, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈക്കിൾ ബി ജോർഡനും അതിൻ്റെ അതിപ്പം അവാർഡുകൾ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി കിടില ആക്ടറാണ്. പിന്നെ ക്രിസ്ത്യൻ ബെയിൽ നമ്മുടെ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു ഇഷ്ടമുള്ള ആക്ടറാണ് ക്രിസ്ത്യൻ ബെയിൽ. പുള്ളി ചെയ്യുന്ന ഡെഡിക്കേഷൻ അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അല്ലെങ്കിൽ ഡാനിയൽ ഡേവിസ് പുള്ളി ക്രിസ്ത്യൻ ബെയിൽ കമേഴ്ഷ്യലും എല്ലാമായിട്ട് അങ്ങനെ ഭയങ്കര പടങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ബാറ്റ്മാൻ, ഞാൻ ബാറ്റ്മാൻ ഫാനാണ്. അപ്പം പിന്നെ അങ്ങനെ അതുണ്ട്. പിന്നെ ആരാണ്, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെയാണ് വർക്ക്സ് ഇഷ്ടം. നമ്മുടെ സൗത്ത് ഇൻഡസ്ട്രിയും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടോ. സൗത്ത് ഇൻഡസ്ട്രിയിലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഉള്ള മറ്റേ ക്രോപ്പ് ഓഫ് ആക്ടേഴ്സിലും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിലൊക്കെ അവരുടെയൊക്കെ വർക്കുകളെല്ലാം ഞാൻ ഭയങ്കര ഫാനാണ്. ഞാൻ അവർക്ക് മെസ്സേജ് അയക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആക്ടേഴ്സിനും ഡയറക്ടേഴ്സിനും എല്ലാവർക്കും മെസ്സേജ് അയക്കും. എല്ലാവരും ഒന്നും കാണണമെന്നില്ല, മെസ്സേജ് എന്നാൽ കാണണമെന്നില്ല, പക്ഷേ എന്നാലും ഞാൻ അയക്കും. ഞാൻ മറ്റേ ഷിറ്റ് അത് കണ്ടില്ല, റിപ്ലൈ ചെയ്തില്ല, അപ്പോൾ ഇനി ഞാൻ ഇനി ആർക്കും അയക്കില്ല, അങ്ങനെ ഡിസിഷൻ ഒന്നുമില്ല. ഞാൻ വീണ്ടും അയക്കും. അത് അച്ഛനും അങ്ങനെ തന്നെയാണ്. പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കും. ഇപ്പം അച്ഛൻ നല്ല സിനിമകൾ, നല്ല പടങ്ങളോ പ്രൊഡ്യൂസ് ചെയ്യുകയോ അഭിനയിക്കുകയോ ചെയ്താൽ എല്ലാവരും വിളിക്കണമെന്നില്ല. അതിപ്പോൾ എന്നെ ആണെങ്കിലും വിളിക്കണമെന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ട്. എപ്പോഴും വിളിക്കും. അവരെയൊക്കെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അതൊരു പക്ഷെ എനിക്കിപ്പോൾ ആക്ച്വലി മസ്തിഷ്കമരണത്തിന് കുറേ വിളികൾ വന്നായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. ഏറ്റവും രസമുള്ളൊരു വിളി ഏതായിരിക്കും മസ്തിഷ്ക മരണത്തിൽ വന്ന വിളി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്? അത് ഒരുപാട് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ്, കിടിലം ഫിലിം മേക്കേഴ്സ് എല്ലാവരും വിളിച്ചു. അൻവറൊക്കെ വിളിച്ചു കുറേ ദിവസം. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള. കാരണം പുള്ളിയുടെ മറ്റേ പ്രത്യക്ഷത്തിൽ ഞാൻ ഒരിക്കലും ഇല്ലാതെ നടത്തുന്ന പുള്ളി 4.5 ഞാൻ കണ്ടിട്ടും വിളിച്ചിരുന്നു. ഇപ്പോൾ ഇത് കണ്ടിട്ടും വിളിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫിലിം മേക്കറാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള മലയാളത്തിലെ കുറേ യങ് ഫിലിം മേക്കേഴ്സ് എല്ലാവരും നല്ല നല്ല മെസ്സേജുകളും വലിയ വലിയ വോയിസ് നോട്ടുകളൊക്കെ അയച്ചപ്പം ഞാൻ തന്നെ ഷോക്കിലായി. ദൈവമേ എന്താണ് ഇത് പറയാനതിനൊക്കെ സന്തോഷമാണ്. നമ്മളിപ്പോഴേ നിരഞ്ജിൻ്റെ ഒരു കരിയറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിയർ വാപ്പിയും ഇതുപോലെ തന്നെ ചർച്ച ചെയ്ത സിനിമയാണ്. അതായത് ആളുകൾ കണ്ടിട്ട്, ഞാൻ പറഞ്ഞതൊരു ഹിറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കൊന്ന് മറ്റേ ടിവിയിലൊക്കെ കണ്ട് അങ്ങനെ ആളുകൾ കുറെ പേര് നല്ലതെന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ ഡിയർ വാപ്പിയിൽ അച്ഛൻ തന്നെയാണ് അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ടെൻഷനൊന്നും ഉണ്ടായി കാണില്ല എന്നറിയാം. പക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണെന്നും അയാൾക്ക് എവിടെ നിന്ന് എന്ത് ഡയലോഗ് പറയണമെന്നും ഏത് പ്രൊഫൈൽ കൊടുക്കണമെന്നും അങ്ങനെ കുറെ നടൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയായിരുന്നു? നിങ്ങൾ തമ്മിൽ അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തന്നെയായിരുന്നു. പിന്നെ ഞാനും അച്ഛനും ഒരു അച്ഛൻ മകൻ ബന്ധം പോലെ തന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സുമാണ്. അപ്പോൾ ആ ഫ്രണ്ടുമായിട്ട് നിന്ന് അഭിനയിക്കുന്ന ഒരു സംഭവം. പിന്നെ അച്ഛൻ്റെ എക്സ്പെർട്ടീസൊക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പം ഞാൻ കാണിക്കും വേണ്ട അത് ഞാൻ മനസ്സിലായിരിക്കും. അതൊക്കെ ചില സ്കില്ല് തന്നെയാണ്. ലൈറ്റ് പിടിക്കുന്നതും ലൈറ്റ് ക്യാച്ച് ചെയ്യുന്നതും കറക്റ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് പൊസിഷൻ കൊടുക്കുന്നതും സാധനങ്ങൾ എനിക്ക് പ്രോംപ്റ്റിംഗ് ഒന്നും എനിക്ക് പറ്റില്ല. ഈ പ്രോംപ്റ്റ് ചെയ്ത് ഡയലോഗ് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര മെൻ്റലി ഡിസ്റ്റർബൻസ് ആണ്. ഒരു വാക്ക് ഇടുന്നത് പോലെ ഫുൾ പ്രോംപ്റ്റിങ്ങിലൊക്കെ അതൊരു സ്കില്ലാണ്. അതൊരു വേറെ സെപ്പറേറ്റ് സ്കില്ലാണ്. അത് എനിക്കത് പറ്റത്തില്ല. എനിക്ക് പഠിച്ചും മനസ്സിലാക്കിയും പറയാനും അങ്ങനെയൊക്കെ എനിക്കറിയാവുള്ളൂ. അപ്പം പിന്നെ എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് അഭിനയിക്കുമ്പോൾ നമ്മുടെ എല്ലാ മക്കൾക്കും ഉള്ളത് തന്നെയാണ്. അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇമ്പ്രസ് ചെയ്യാൻ ഇവൻ കൊള്ളാം, അങ്ങനെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നമുക്കും പരിപാടികളൊക്കെ അറിയാമല്ലോ എന്നുള്ള സാധനം വരുത്തുന്ന ഉള്ളിലുണ്ട്. അപ്പം അതിൻ്റെ പേരിലുണ്ടാകുന്ന ടെൻഷൻ ആണ് ഉണ്ട്. അല്ലാതെ ഒരു ഓക്കെ. സിനിമ അല്ലെങ്കിൽ സിനിമ കാഴ്ച, വായന ഇതൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നിരഞ്ജന് ഇൻട്രസ്റ്റ് ഉള്ള വേറെ ഏരിയാസ് എന്തൊക്കെയായിരിക്കും? എനിക്ക് തോന്നുന്നത് കാറുകളോടൊരു വണ്ടി ഭ്രമം അല്ലേ? ഉണ്ട്, ഭയങ്കര വണ്ടി പ്രാന്തനാണ്. അപ്പോൾ സിനിമയെ പറ്റി അല്ലെങ്കിൽ സിനിമ കാണുക, സിനിമയെ പറ്റി ആലോചിക്കുക. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ കൂടുതൽ ഫുൾ ടൈം ഇരുന്ന് ആലോചിക്കുന്ന വണ്ടികളുടെ ആർട്ടിക്കിൾസും അല്ലെങ്കിൽ വീഡിയോസും മറ്റേ കാർ റിവ്യൂസും എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതാണ് ഇഷ്ടമുള്ളത്. അല്ലെങ്കിൽ മറ്റേ കാർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ മറ്റേ കാസിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഫോർ എക്സാമ്പിൾ മറ്റേ സൂപ്പർ കാർസ് ഓഫ് ലണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ വണ്ടി കാർ സ്പോട്ടിങ് അതൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അടിപൊളി നല്ല സ്പെക്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതാണ് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് ഭയങ്കര ഇതാണ്. വാങ്ങുന്നതിനോട് വലിയ താല്പര്യമുണ്ട്. വാങ്ങുന്നതിനോട് എനിക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷെ അതിന് പൈസ വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ആഗ്രഹങ്ങളായിട്ട് തന്നെ തുടങ്ങും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം പൈസ വേണം. അതാണ് നമ്മളെ ഇപ്പോൾ തിരിച്ച് നമ്മൾ മസ്തിഷ്ക മരണത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റീയൂണിയൻ തന്നെയാണ്. ഇപ്പോൾ കൃഷാന്ത് സിനിമ എന്നുള്ള റീയൂണിയൻ ഉണ്ട്. അപ്പോൾ സിനിമയുടെ
തുടക്കത്തിൽ വന്ന് കഥ പറഞ്ഞത് മുതൽ ഇപ്പോൾ വരെയുള്ളൊരു വിജയം എന്നുള്ളൊരു സാധനത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു ജേണി, ആ ഒരു യാത്ര എങ്ങനെ നോക്കുകയാണ്? അതായത് പടത്തിൽ ഓരോ കാര്യവും അറിയാം. അതായത് രജിഷ പണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ, അല്ലെങ്കിൽ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിരഞ്ജാണ് ഈ സിനിമയിൽ ആദ്യം തന്നെ കൃഷ്ണാന്തിനെ ലോക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആദ്യം വിളിച്ചത് തന്നെയാണ്. അപ്പൊ ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള കഥ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. എങ്ങനെയാണ് ആ ജേണി നോക്കുകയാണത്? എത്രത്തോളം രസം വരുന്നത്? ഭയങ്കര ഒരു ഞാൻ ഇപ്പൊ 2 ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കണം. നമ്മളിങ്ങനെ തുടങ്ങി, എവിടെ തുടങ്ങി, എന്തെല്ലാം നമ്മൾ പറഞ്ഞു, അങ്ങനെ തുടങ്ങി, ഇങ്ങനെ ചെയ്തു, ഇവരെല്ലാം വരുന്നു, നമ്മളൊരു ഫാമിലി പോലെ ആയി ഈ ടീം. നമ്മൾ ആക്ച്വലി ലൈക്ക് ലിറ്ററലി ഫാമിലി പോലെ തന്നെയാണ് എല്ലാവരും. ഭയങ്കര അത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എല്ലാവരും. മറ്റേ ഗ്യാങ് ആണ്, അലമ്പ് ഗ്യാങ് ആണ്. അതിലൊരു മറ്റേ ഹൈറാർക്കി ഇല്ല, ഒന്നുമില്ല. കൃഷ്ണാന്ത് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയ ഡയറക്ടറാണ്. പക്ഷെ നമ്മളിവിടെ വരുന്ന കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഗ്യാങ് ആണ്. അല്ല, നമ്മൾ അങ്ങോട്ട് ഇരുന്ന് ചൊറിയുന്നു, ഇങ്ങോട്ട് ചൊറിയുന്നു. എന്നെ എല്ലാവരും മോശം ചെറുക്കന്മാരാണ്. മോശം ചെറുക്കന്മാരെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു മറ്റേ അടിച്ചുപൊളി ഗ്യാങ് ആണ്. അപ്പം നമ്മളിങ്ങനെ ഈ ജേണി ഭയങ്കര രസമായിരുന്നു. നമ്മൾ പോയതും പ്രൊമോഷനും അതും ഇതും ഭയങ്കര, നമ്മൾ ഈ ഫുൾ ടീമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ ഭയങ്കര രസമാണ്. ഇപ്പം DOP പ്രയോ പ്രോ ആണെങ്കിലും, നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഉണ്ട് നിക്കി, കൃഷ്ണാന്ത് ഏട്ടൻ, പിന്നെ അല്ലാതെ ആക്ടേഴ്സ് രജീഷ് ആണെങ്കിലും, ദിവ്യ പ്രോ ആണെങ്കിലും, ആൻസലീം ആണെങ്കിലും, നമ്മളെല്ലാം ആൻസലീമൊക്കെ തന്നെ അറിയാം. അന്ന് ഇന്റർവ്യൂ എടുത്ത് പറയാം, നമ്മൾ ഫുൾ ടൈം മറ്റേ അടിയാണ്. മറ്റേ അങ്ങനെ അങ്ങോട്ട് എങ്ങനെ ഒരാൾ ഒരു പോയിന്റ് അപ്പ്, അങ്ങനെയൊക്കെയാണ്. അപ്പം ശരിക്കും മറ്റേ സ്കൂൾ കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു. അപ്പം അതിപ്പോൾ ഇങ്ങനെ ആയതിൽ ഭയങ്കര സന്തോഷം. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നിരഞ്ജ് പറഞ്ഞിട്ടുണ്ട്, സിനിമയ്ക്ക് പിന്നിലും, മീൻസ് ക്യാമറയ്ക്ക് പിന്നിലും വരാനായിട്ട് വലിയ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ ഇപ്പോൾ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്തൊക്കെയാണ് പ്ലാൻസ്? അല്ല, എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഡയറക്റ്റ് ചെയ്യുമ്പം എനിക്ക് എന്തെങ്കിലും ഭയങ്കര ഡെഫിനറ്റ്ലി കമേഴ്ഷ്യൽ ആയിരിക്കണം എൻ്റെ, പക്ഷേ എന്തെങ്കിലും ഇറ്റ് ഹാസ് ടു ബി സംതിങ്, എല്ലാ കുറേ റേഞ്ച് ഓഫ് ഇമോഷൻസ് ഒക്കെ വരുന്ന അങ്ങനെ ഒരു നല്ല സിനിമ, അങ്ങനത്തെ ഒരു പടമായിരിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഒരു കമ്മിങ് ഓഫ് ഏജ് പടങ്ങളോ അല്ലെങ്കിൽ റോം കോമോ അങ്ങനെയൊക്കെ ആയിരിക്കും. അതൊക്കെ ആയിരിക്കും എൻ്റെ ഐഡിയ. എങ്ങനെയാണ് നിരഞ്ജൻ എന്നുള്ള മനുഷ്യനെ നിരഞ്ജൻ തന്നെ കാണുന്നത്? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, സ്വയം എനിക്ക് എത്തേണ്ട ഒരു സ്ഥലമുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു, ഞാൻ എന്നെ വിമർശിക്കാറുണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നിരഞ്ജൻ ഇതിനു മുന്നേ പണ്ടും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ബ്രൂട്ടലി തുറന്നു പറയുന്ന ഒരാൾ മതിയെന്ന് മനസ്സിലാക്കിയോണ്ട് ഞാൻ ആ പണി അങ്ങ് നിർത്തി എന്ന് പറഞ്ഞൊരു നിരഞ്ജൻ. അപ്പോൾ സ്വന്തമായിട്ട് എങ്ങനെയാണ് ഈ മനുഷ്യനെ നോക്കിക്കാണുന്നത്? എനിക്ക് എൻ്റെ കഥയിൽ നായകൻ ഞാൻ തന്നെയാണ്. പക്ഷെ എന്നാലും ഫ്ലോസ് ഒക്കെ ഉണ്ട്. നമ്മൾ പഠിക്കുന്നു പല കാര്യങ്ങളും. പണ്ടത്തെ ഞാനല്ല, കാരണം നമ്മൾ കുറേ കാര്യങ്ങളും, നമ്മുടെ ചിന്താഗതികൾ മാറി, അപ്രോച്ച് മാറി, ലൈഫിലുള്ള കുറേ കാര്യങ്ങളിലോട്ടുള്ള അപ്രോച്ച് മാറി. നമ്മൾ പിടിച്ചു വെച്ചിരുന്ന പല ലോജിക്സ് നമ്മൾ വിടേണ്ടി വരും, പുതിയ ലോജിക്സ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എവറി ഡേ ലേണിങ് സംതിങ് ന്യൂ എന്നുള്ള സംഭവമുണ്ട്. നോട്ട് എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്, പക്ഷെ പ്രോപ്പർ ഡീസൻറ്റ് നല്ല ആളാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. നല്ല ഡീസൻറ്റ് എന്ന് പറയുന്നത് നല്ല വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ആയിക്കൊണ്ടിരിക്കുന്നു, പഠിക്കുന്നു, അത്ര അങ്ങനെ പറയാം. ഈ ട്രിവാൻഡ്രം ആക്ച്വലി ഭയങ്കര സ്വന്തം നാടാണ്, അതുകൊണ്ട് തന്നെ എന്നോട് ഇഷ്ടമുണ്ട്. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ട്രിവാൻഡ്രം എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് സിനിമകളിൽ? അത് തീർച്ചയായിട്ടും. അത് ഈ അച്ഛൻ്റെ ഒരു ഇതും കൂടെ കിടക്കുന്നുണ്ട്. അച്ഛനെ കുറേ പേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഈ സാധനം ഞാൻ മറ്റേ മോണിറ്റൈസ് ചെയ്യാണ്. കൃഷ്ണനാഥൻ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ മോണിറ്റൈസ് ചെയ്യണം. അപ്പോൾ അത് യൂസ് ചെയ്ത് മരണത്തിലും അങ്ങനെ ഒരു സ്ലാങ് പിടിച്ച് ചില സാധനങ്ങൾ, ചില ഡയലോഗുകളൊക്കെ അച്ഛൻ്റെ സംഭവമായിട്ട് തോന്നുന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു നല്ല രീതിയിൽ തന്നെ കുറേ ഒരു നോട്ട് എടുത്ത് കുളവാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അതൊരു സന്തോഷം. അല്ലാതെ ട്രിവാൻഡ്രം എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ട്രിവാൻഡ്രം ഹോം ടൗൺ അങ്ങനെ വൈബ്സും അങ്ങനെയൊക്കെ ഉള്ളൂ. സിനിമാപരമായിട്ട് അതിൽ നിന്നൊന്നും, ഇപ്പം എനിക്ക് കൊച്ചിയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഫിലിം മേക്കർ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഇവിടെ തന്നെയാണ്. അപ്പം ആ സർക്കിളും എല്ലാം ഇവിടെ തന്നെയാണ്. ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ 1-2 പേര് അവരും ഇതുപോലെ കൊച്ചിയിൽ നിന്ന് പോകുന്നതായിരിക്കും, 3-4 ദിവസം വീട്ടിൽ നിൽക്കാൻ. അപ്പോഴായിരിക്കും ഞാനും ചെല്ലുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൂ. എത്രത്തോളം ബുദ്ധിമുട്ടാണ് അച്ഛനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട്? ഇപ്പോൾ എല്ലാ മക്കൾക്കും ഏറ്റവും അടുത്ത സർക്കിളിന് ഇമ്പ്രസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. അതായത് ഞാൻ ചെയ്യുന്നൊരു വർക്ക് കണ്ടിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടണം, അച്ഛന് ഇഷ്ടപ്പെടണം. ഇത് നമ്മളെപ്പോലുള്ള എല്ലാ മക്കളുടെയും ആഗ്രഹമാണ്. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ് മണിയമ്പിള്ള രാജു എന്നുള്ള ആ ഒരു ഐക്കൺ, അല്ലെങ്കിൽ ആ ഒരു നടൻ, ആ ഒരു സിനിമാ പ്രവർത്തകനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട്? ഇപ്പം എൻ്റെ ഡീഫോൾട്ട് ഫാൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അത് പിന്നെ അമ്മ മനസ്സിലാക്കുന്ന പോലും ഇല്ല, മോശം അഭിനയമാണോ അല്ലയോ എന്ന് പോലും മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഫാൻ. അമ്മ അവരങ്ങനെയാണ്. അച്ഛൻ്റെ കാര്യത്തിൽ അച്ഛൻ മോശം പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ നല്ലത് പറഞ്ഞിട്ടുമുണ്ട്. അച്ഛൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ ഫൈനാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മധുരമനോരം ഈ 4 സംഘത്തിലാണെങ്കിലും
മസ്തിഷ്ക മരണത്തിനൊക്കെ ഭയങ്കരമായിട്ട് അച്ഛൻ ഇമ്പ്രസ്ഡ് ആയിട്ട്, പിന്നെ അച്ഛനെ ഒരുപാട് ആൾക്കാർ വിളിച്ചും പറഞ്ഞു. മസ്തിഷ്ക മരണം കഴിഞ്ഞപ്പോഴും കുറേ പേര് വിളിച്ചിങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമല്ലേ. എനിക്കറിയാതെ, അതായത് അച്ഛനെ വിളിച്ച ഓരോ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ, ഇപ്പം അച്ഛൻ വിളിച്ച് പല ആൾക്കാരുടെ അടുത്തും അവരെ പറ്റി നല്ലത് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും അവർക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു അവസ്ഥ, ഒരു സന്തോഷം, ഒരാൾ ഇങ്ങനെ ഒരു ആക്ടർ വിളിച്ച് പറയുമ്പോൾ ഉള്ള അതേ ഫീലിംഗ്, സെയിം ഫീലിംഗ് തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ തിരിച്ചു കിട്ടണമെന്നില്ലായിരിക്കും നമ്മൾ അങ്ങോട്ട് വിളിച്ച് പറയുന്നത്, പക്ഷെ ഇപ്പം അത് തിരിച്ചു കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഒരുപാട് സന്തോഷം നിരഞ്ജ്. സംസാരിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മസ്തിഷ്ക മരണത്തെക്കുറിച്ചും ഒരു റൗണ്ട് നമ്മൾ സംസാരിച്ചിരുന്നു ആദ്യം. ഇപ്പം നമ്മൾ നിരഞ്ജ് ആസ് എ വ്യക്തി, സിനിമ ലവർ, അല്ലെങ്കിൽ വീട്ടിലെങ്ങനെയാണ് മുതലായ, അല്ലെങ്കിൽ സിനിമ കാണുന്ന രീതി എങ്ങനെയാണ് മുതലായ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരുപാട് സന്തോഷം. സിനിമയിലെ റോള് വമ്പൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചർച്ച ആഴ്ചകളോളം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ.